ഹായ് ഓൾ, ഐ എം റിയാസ് സ്കൈവേൽസ്. കാർ ഡീറ്റെയിലുമായി സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് ആണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് കാർ മെയിൻ്റനൻസ് കോട്ടിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെറാമിക് കോട്ടിംഗ് പോലെയുള്ള സർവീസ് എടുത്തു കഴിഞ്ഞാൽ പീരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് സർവീസ് എടുക്കണമെന്നും പലരും സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ചെയ്താൽ എന്താണ് മെറിറ്റ്സ് കിട്ടുന്നത്, ചെയ്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡിമെറിറ്റ്സ് എന്നെല്ലാം ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വാഹനത്തിനെ കൃത്യമായി പരിപാലിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒന്നും ചെയ്യാത്ത, ഒരു കോട്ടിങ്ങും ചെയ്യാത്ത വാഹനമാണെങ്കിൽ പോലും നിങ്ങൾ മെയിൻ്റനൻസ് എന്ന രീതിയിൽ എല്ലാ ആഴ്ചയിലും ഒന്ന് വാഹനം വാഷ് ചെയ്യും, മെയിൻ്റനൻസ് വാഷിങ് നിങ്ങൾ നടത്തും. അപ്പോൾ അതിലും ഒരു പർപ്പസ് ഉണ്ട് അല്ലേ. നമ്മുടെ വാഹനത്തിനകത്തുള്ള ഡേറ്റ്സും അഴുക്കെല്ലാം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ മെയിൻ്റനൻസ് കോട്ടിംഗ് എടുത്തിട്ട്, ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് എടുത്തിട്ട് എന്തിനാണ് മെയിൻ്റനൻസ് കോട്ടിംഗ് ചെയ്യുന്നത്, അതാണ് പ്രധാന സംശയം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സീലൻസും, അത് വാക്സസ് തൊട്ട് പോളിമറോ അക്കറിലേക്കോ ഈവൻ സെറാമിക്കോ ഗ്രാഫീൻ ഏത് ചെയ്താലും എല്ലാ കോട്ടിങ്സിനകത്തും അതിൻ്റെ ഡ്യൂറബിലിറ്റി എൻഷുർ ചെയ്തിട്ടുണ്ട്. അതത് മാനുഫാക്ചേഴ്സ് ആ ഡ്യൂറബിലിറ്റി എൻഷുർ ചെയ്തിട്ടാണ് നമുക്ക് ആ പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഈ ചെയ്ത അപ്ലിക്കേഷൻ പ്രൊട്ടക്ഷൻ കോട്ടിങ് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂറബിളായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ഓരോ ക്ലൈമറ്റ് ചലഞ്ച് അനുസരിച്ച് അതിനെ പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കണം. അതിന് സജസ്റ്റ് ചെയ്യുന്ന പീരിയോഡിക് സർവീസസിനെയാണ് മെയിൻ്റനൻസ് കോട്ട് എന്ന് പറയുന്നത്. ആ മെയിൻ്റനൻസ് കോട്ട് എടുക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് ഈ കോട്ടിങ്സിനും മുകളിൽ പറ്റിപ്പിടിക്കുന്ന എല്ലാ കണ്ടാമിനൻസും അതിൻ്റെ മേലെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിമിനിഷ് ആവും. നമുക്കറിയാം, സെറാമിക് പോലെയുള്ള കോട്ടിങ്സിൻ്റെ പ്രധാന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കെമിക്കൽ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടീസും UV റിഡക്ഷനെല്ലാം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഇത്തരത്തിലുള്ള നമ്മൾ മെയിൻ്റെനൻസ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ അത് റിഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പെർഫോമൻസ് ആയി ലഭിക്കുകയും ചെയ്യില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെ ചലഞ്ചസിനെ മറികടക്കാനാണ് മെയിൻ്റെനൻസ് കോട്ട് കൃത്യമായി നമ്മൾ 6 മന്ത് കൂടുമ്പോൾ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ നിലവിലുള്ള കോട്ടിങ്സ് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ആണോ അത് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാനും പറ്റും, ഡ്യൂറബിളായിട്ട് നിങ്ങളുടെ വാഹനം സംരക്ഷിക്കാനും പറ്റും. ഇനി നിങ്ങൾ സെറാമിക് പോലെയുള്ള ഹൈ കോട്ടിങ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും മെയിൻ്റനൻസ് കോട്ട് എന്ന രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സെറാമിക് വാക്സ് സ്പ്രേസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ വാഷിംഗ് ചെയ്ത് പോളിഷിങ്ങും ചെയ്തില്ലെങ്കിൽ പോലും ജസ്റ്റ് വാഷിംഗ് ചെയ്തിട്ട് നിങ്ങൾ സ്പ്രേ അപ്ലൈ ചെയ്ത് വാഹനത്തിന് മേലിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും അതും ഒരു മെയിൻ്റനൻസ് കോട്ടിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലൈമറ്റ് ചലഞ്ചസ് അനുസരിച്ച് പലരും കണ്ടീഷൻസ് വ്യത്യസ്തമാണല്ലോ. ചിലവർ ഗ്യാരേജിനകത്ത് വണ്ടി നിർത്തിയിടുന്ന അധികം ഉപയോഗിക്കാറുണ്ടായിരിക്കില്ല, പക്ഷെ മറ്റുള്ള ആളുകൾ കൂടുതൽ എക്സ്പോഷർ ഉള്ള വാഹനങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഏത് ഉപയോഗങ്ങൾ ഏത് രീതിയിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൃത്യമായ മെയിൻ്റനൻസ് കോട്ട് എടുക്കുക. നിങ്ങളുടെ വാഹനത്തിൽ നിലവിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷൻ കോട്ടിങ്സിനും മെയിൻ്റനൻസ് എടുക്കാൻ നിർബന്ധം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാഹനം കൂടുതൽ ഡ്യൂറബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും.